ഒരിക്കലും ഒരു ഗവേഷണ വിദ്യാർത്ഥി ആഫ്രിക്കയുടെ ഉൾവനത്തിലുള്ള പ്രാകൃതമായ ഒരു ഗോത്രത്തെ പറ്റി പഠിക്കുവാൻ തീരുമാനിച്ചു. അദ്ദേഹം അനേകം മൈലുകൾ നിബിഡമായ വനത്തിൽ കൂടെ ഏകനായി സഞ്ചരിച്ച് അദ്ദേഹം താൻ ഉദ്ദേശിച്ച ആ ഗോത്രത്തിൽ എത്തിച്ചേർന്നു. ആ ഗോത്രത്തിലേക്ക് അദ്ദേഹം കടക്കുമ്പോൾ താൻ കണ്ട കാഴ്ച, ഒരു പടുവൃദ്ധൻ ഒരു പുസ്തകം വളരെ ബന്ധപ്പെട്ട് വായിക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ടായി. കാരണം താൻ വിചാരിച്ച് ഒരു പുരോഗതിയും ഇല്ലാത്ത ഒരു ഗോത്രമായിരുന്നു ആണ് എന്നാണ് താൻ വിചാരിച്ചിരുന്നത്. എന്നാൽ ഈ വൃദ്ധൻ വായിക്കുന്നത് കണ്ടപ്പോൾ താൻ ഉദ്ദേശിച്ചതിലും അപ്പുറത്തേക്ക് ഈ പുരോഗതി ഈ ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം വളരെ കൗതുകത്തോടെ വൃദ്ധന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, താങ്കൾ എന്താണ് ഇത്ര ബന്ധപ്പെട്ട് വായിക്കുന്നത്? ഏതാണ് ഈ പുസ്തകം എന്ന് ചോദിച്ചു. അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, ഞാൻ വായിക്കുന്നത് ബൈബിളാണ്. ഒരു നിരീശ്വരവാദിയായിരിക്കുന്ന ഈ ഗവേഷണ വിദ്യാർത്ഥിക്ക് ആ ഉത്തരം അത്ര രസിച്ചില്ല. അദ്ദേഹം വളരെ പുച്ഛത്തോടുകൂടി പറഞ്ഞു, താങ്കളുടെ ഗോത്രം അക്ഷരജ്ഞാനം കൈവരിച്ചു എന്ന് പറയുന്നത് അഭിനന്ദനീയമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ താങ്കൾ വായിക്കുന്ന ഈ പുസ്തകമുണ്ടല്ലോ, അത് ഈ കാലഘട്ടത്തിന് യോജിച്ച പുസ്തകമല്ല. മനുഷ്യൻ പുരോഗതി ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ പുരോഗതിയിലേക്ക് നയിക്കുന്ന പുസ്തകങ്ങളായിരിക്കണം നിങ്ങൾ വായിക്കേണ്ടത്. മനുഷ്യന് അറിവില്ലായിരുന്ന കാലഘട്ടത്തില് മനുഷ്യൻ അവന്റെ തെറ്റുകളിൽ നിന്നും അവനെ പിന്തിരിപ്പിച്ച് നിർത്തുവാൻ വേണ്ടി മനുഷ്യൻ തന്നെ കണ്ടുപിടിച്ച ഒരു സംഭവമാണ് ദൈവം. അതിന്റെ ഒരു പ്രചാരക മാധ്യമം മാത്രമാണ് ഈ ബൈബിൾ എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് കാലഹരണപ്പെട്ടു പോയ ഈ പുസ്തകത്തെയും ഇതിന്റെ പ്രചാരകരെയും നിങ്ങൾ വിശ്വസിക്കുവാൻ പാടില്ല. അതിനു പകരം നല്ല അറിവുകൾ, യഥാർത്ഥമായ അറിവുകൾ നൽകുന്ന വിജ്ഞാനപ്രദമായ പുസ്തകങ്ങൾ ഞാൻ നൽകാം എന്ന് ഈ ഗവേഷണ വിദ്യാർത്ഥി ഈ വൃദ്ധനോട് പറയുവാൻ ഇടയായി. ഇതെല്ലാം കേട്ട് സൗമ്യമായി നിന്ന ആ വൃദ്ധൻ ചോദിച്ചു, എന്താണ് താങ്കളുടെ ആഗമന ഉദ്ദേശം? ആ ഗവേഷണ വിദ്യാർത്ഥി തന്റെ ആഗമനത്തിന് ഉദ്ദേശം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഈ ഗ്രാമം മുഴുവൻ ഒന്ന് കാണിക്കാം എന്ന് പറഞ്ഞ് ഈ വൃദ്ധൻ ഈ ഗവേഷണ വിദ്യാർത്ഥിയെ വിളിച്ച് മുമ്പോട്ട് നടന്നു. അവർ നടന്ന് വനത്തിന്റെ വീണ്ടും ഉൾഭാഗത്തേക്ക് പോകുന്നത് പോലെ ഈ ചെറുപ്പക്കാരന് തോന്നി. അല്പം ഭയം ഇല്ലാതിരുന്നില്ല. പക്ഷെ എങ്കിലും ഈ വൃദ്ധന്റെ ശാന്തമായ സൗമ്യമായ പെരുമാറ്റം അദ്ദേഹത്തിന്റെ ഉള്ളിൽ കൂടുതൽ ആശങ്ക ഉളവാക്കിയില്ല. അങ്ങനെ ഈ വൃദ്ധനായ മനുഷ്യൻ ഒരു കുഴിയുടെ അടുത്ത് എന്ന് നിന്നു. ആ കുഴിയിലേക്ക് നോക്കുവാൻ വൃദ്ധൻ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു. ആ ഗവേഷണ വിദ്യാർത്ഥി വന്ന് ഈ കുഴിയിലേക്ക് നോക്കി. അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹം ഭയന്നുപോയി. ആ കുഴിയിൽ കണ്ട കാഴ്ച അത്രയ്ക്കും ഭയാവഹമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. മനുഷ്യന്റെ എല്ലുകളും മനുഷ്യന്റെ തലയോട്ടുകളും ഇങ്ങനെ കൂമ്പാരമായി കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഈ ഗവേഷണ വിദ്യാർത്ഥി കണ്ടത്. അങ്ങനെ ഈ കാഴ്ച കണ്ട് ഭയചകിതനായി നിൽക്കുന്ന ചെറുപ്പക്കാരനോട് വൃദ്ധൻ ഒരു പാറ കാണിച്ചിട്ട് പറഞ്ഞു, 25 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു നിങ്ങൾ വന്നിരുന്നുവെങ്കിൽ ഇങ്ങനെ എൻ്റെ മുമ്പിൽ ജീവനോടെ നിന്ന് നിങ്ങൾ സംസാരിക്കില്ലായിരുന്നു. ഈ കാണുന്ന പാറയിൽ നിങ്ങളെ അടിച്ചു കൊന്നിട്ട് നിങ്ങളുടെ മാംസം ഞാൻ ഭക്ഷിച്ച് തലയോട്ടിയും എല്ലുകളും ഈ കാണുന്ന ഗർത്തത്തിൽ ഞാൻ ഇടുമായിരുന്നു. എന്നാൽ താങ്കൾ അല്പം മുമ്പ് പുച്ഛിച്ചു തള്ളിയ ആ ബൈബിൾ 25 വർഷം മുമ്പ് ഞങ്ങളുടെ ഈ ഗോത്രത്തിൽ എത്തിയത് കൊണ്ടാണ് എൻ്റെ മുമ്പിൽ നിങ്ങൾ ജീവനോടെ നിന്ന് സംസാരിക്കുന്നത്. ഈ ബൈബിളിനെ പരിചയപ്പെടുത്തി തന്നവർ ഞങ്ങളെ എഴുത്തും വായനയെ പഠിപ്പിച്ചു. അതുമാത്രവുമല്ല, ഈ ബൈബിൾ പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് മനുഷ്യ സ്നേഹം എന്താണെന്ന് മനസ്സിലായി. ഞങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കുവാൻ ഞങ്ങളെ ഈ ബൈബിൾ പഠിപ്പിച്ചു. മനുഷ്യത്വം എന്താണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. പുതിയ സംസ്കാരം എന്താണെന്ന് ഈ ബൈബിൾ ഞങ്ങളെ പഠിപ്പിച്ചു. നരാന്തകരായിരുന്ന നരഭോജികളായിരുന്ന ഞങ്ങളെ നരസ്നേഹികളാക്കി മാറ്റിയത് ഈ അത്ഭുത ഗ്രന്ഥമാണ്. ആ വൃദ്ധന്റെ സ്വന്തം ജീവിതകഥ കേട്ട ഗവേഷണ വിദ്യാർത്ഥിക്ക് ആ യാഥാർത്ഥ്യം അംഗീകരിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല. അതേ മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് ബൈബിൾ. മനുഷ്യനെ ദൈവവുമായിട്ട് അടുപ്പിക്കുന്ന ഒരേ ഒരു മാധ്യമമാണിത്. ദൈവത്തിന്റെ സ്നേഹം മനുഷ്യനെ അറിയിക്കുന്ന ഒരേ ഒരു മാധ്യമമാണ് ബൈബിൾ. നരഭോജികളെ നരസ്നേഹികളാക്കി ചരിത്രം കുറിച്ച ഒരേ ഒരു ഗ്രന്ഥമാണ് ബൈബിൾ. മനുഷ്യ ജീവിതത്തിന് അർത്ഥവും സംസ്കാരവും പകർന്നു നൽകുന്ന അറിവിന്റെ ഉറവിടമാണ് ബൈബിൾ. ആശയറ്റവനും മരണഭീതിയിലായിരിക്കുന്നവനും ആശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും കിരണങ്ങൾ കാട്ടുന്ന മാർഗദർശിയാണിത്. പാപിക്കുള്ള ഒരേ ഒരു മോക്ഷമാർഗത്തിന്റെ വാഹകനാണ് ബൈബിൾ. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷയിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളതും
ഏറ്റവും കൂടുതൽ ആൾക്കാർ ദിനംപ്രതി വായിച്ച് സന്തോഷം കണ്ടെത്തുന്നതുമായിരിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് ബൈബിൾ. പകരം വെക്കുവാനില്ലാത്ത സ്നേഹത്തിന്റെ സന്ദേശമാണ് ഈ ബൈബിൾ.